ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അതായത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലുള്ള CSIR സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. പെർമനൻറ്റ് വാക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് SSLC, IT, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ, ദെൻ BE ഓർ BTech, BSc അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസി ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പെർമനൻറ്റ് വാക്കൻസിയാണ്. ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസികളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അതിനു മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത്, എല്ലാ വീഡിയോയും നമ്മളങ്ങനെ പറയാറുണ്ട്, നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് നല്ല ഡ്യൂറേഷൻ കൂടാറുണ്ട്. നമ്മൾ മനഃപൂർവ്വം കൂട്ടുന്നില്ല, കാരണം നമുക്കത് കൂട്ടിയത് കൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിൻ്റെ ആൽഗോരിതം പ്രകാരം അത് നമുക്ക് നെഗറ്റീവായിട്ട്, നമ്മുടെ ചാനലിന് നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ. അപ്പം നമുക്ക് മിനിമം ഒരു 8 മിനിറ്റ് ഒക്കെയാണ് ഏറ്റവും നല്ലത് വീഡിയോ. പക്ഷെ നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അതിങ്ങനെ വീഡിയോയുടെ ലെങ്ത്ത് കൂടാണ്. കാരണം നമുക്കൊന്നും ഒഴിവാക്കാൻ തോന്നില്ല. കാരണം ഒരുപാട് കമൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ, അതായത് തീരെ തുടക്കത്തിൽ അല്ലേ ഈ ഗവൺമെൻറ് ജോലിയിലേക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾക്കും ഇവിടെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് കൊണ്ടാണ് ഈ ഡ്യൂറേഷൻ കൂടുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനായിട്ട് ഇനിയും വരും. അതുമാത്രമല്ല, ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CSIR സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജിയുടെ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വീഡിയോയിൽ ഡെമോ കാണിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. മുഴുവനായിട്ട് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അതിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, അതിലേക്കുള്ള സെലക്ഷൻ എന്താണ്, അതിലേക്കുള്ള സാലറി എത്രയാണ്, A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ വേണം. മാക്സിമം കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ 3 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ 3 നോട്ടിഫിക്കേഷനും ഞാൻ കാണിക്കാം. ഇതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്പർ 1. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പറും കൂടെ കാണാം. 4/2023 ആണ്. ദെൻ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, നിങ്ങൾക്ക് കൂടെ കാണാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 5/2023. ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ദെൻ അങ്ങനെ ഞാൻ 3 സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ, 1/2023, ഇത് 3. അങ്ങനെ 3 നോട്ടിഫിക്കേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ 4/2023 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് December 12 മുതൽ നമുക്ക് January 20 വരെ അപ്ലൈ ചെയ്യാം. എല്ലാത്തിൻ്റെയും ഡേറ്റ് സെയിം ആണ് കേട്ടോ, എല്ലാത്തിൻ്റെയും അപ്ലിക്കേഷൻ ഡേറ്റ്. എങ്കിലും ഞാനത് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ ഈ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും ടെക്നീഷ്യനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനും ഈ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്പർ 2 നമുക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഉള്ളത് ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ, അത് 1/2023. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത പ്രിൻ്റ് എടുത്ത് നമ്മൾ ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ആദ്യം ഞാൻ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എടുക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയും. ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റ് നോട്ടിഫിക്കേഷനും ബാധകമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള നോട്ടിഫിക്കേഷനിൽ അതിൽ പ്രധാനപ്പെട്ട ഇതിൽ പറയാത്ത കാര്യങ്ങളെ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും നോട്ടിഫിക്കേഷനിൽ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ, എല്ലാ വിഭാഗക്കാരും ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് കേൾക്കണം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയും. ഈ നോട്ടിഫിക്കേഷനിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ നിന്നും എന്ത് വ്യത്യാസമാണ്, 2ലും 3ലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ അതിൽ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതിൽ ടെക്നീഷ്യൻ ടോട്ടൽ വാക്കൻസി 40 ആണ്. അപ്പോൾ വാക്കൻസിയുടെ എണ്ണം നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് വാക്കൻസിയുടെ എണ്ണം നമ്മൾ നോക്കരുത്. കാരണം ഇതിലേക്ക് വളരെ തുച്ഛമായിട്ടുള്ള അപേക്ഷാ ഫീസേ ഉള്ളൂ. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിലും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന SSC UPSC മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ. കാരണം ഇത്തരത്തിൽ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് എക്സാം ഇങ്ങനെ എഴുതുമ്പോൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് ലിസ്റ്റ് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ 40 വേക്കൻസിയാണ്. 18 അതിൽ ജനറൽ വേക്കൻസി ഉണ്ട്. അതിൽ തന്നെ നമുക്ക് 10 വേക്കൻസി OBCക്ക് ഉണ്ട്. പിന്നെ SC/STക്ക് 7, ദെൻ 3 വേക്കൻസി ST കാൻഡിഡേറ്റ്സിനും, പിന്നെ PWD കാൻഡിഡേറ്റ്സിന് നിശ്ചിതമായുള്ള റിസർവ് വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ പേ മാട്രിക്സ് ഇവിടെ കാണാൻ നിൽക്കുക. ലെവൽ 2 ആണ്. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മന്ത്ലി നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു 36,425 രൂപയാണ് നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഏകദേശം ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക്
3 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എക്സ് സർവീസ്മാനും വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ടെക്നീഷ്യനിൽ തന്നെ വിവിധ ഡിസിപ്ലിനിൽ വിളിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നമുക്കിവിടെ കാണാം അനിമൽ ഹൗസ് എന്ന് ഇതിൽ വിളിച്ചത്, നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റ് കോഡാണ് ഇട്ടത്. അനിമൽ ഹൗസിൽ വിളിച്ചിട്ടുണ്ട്. ഇതിൽ 4 വേക്കൻസിയാണ്, ജനറൽ 2, OBC 1, SC 1. അപ്പോൾ ഞാൻ ഇനി വേക്കൻസി ഇവിടെ പറയുന്നില്ല, നിങ്ങൾ ഈ കോളം നോക്കിയാൽ മതി. ക്വാളിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ജോബിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെ ആയിരിക്കും, ആ ഒരു മേഖലയുമായി ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളൊക്കെ ആ ജോബ് ഫംഗ്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കാൻ 55% മാർക്കോട് കൂടിയിട്ട് അതാണ് 10th നമ്മൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണ്ട, ഒരുപാട് വേക്കൻസി ഉണ്ട്, മീൻസ് ഒരുപാട് കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഉള്ളതും ഫ്രഷേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട, എക്സ്പീരിയൻസ് ഇല്ലാത്തതും വരും. 3 ഇയർ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് വേണം. അത് ലബോറട്ടറി, അതുപോലെ അനിമൽ ഫെസിലിറ്റി, അതുപോലെ അനിമൽ ഹൗസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലബോറട്ടറി, അനിമൽ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ അനിമൽ ഹൗസിലോ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും 10ാം ക്ലാസ്സിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന അനിമൽ ഹൗസിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾക്ക് ക്യാൻറ്റീൻ ആണ്. ടെക്നീഷ്യനിൽ തന്നെ ക്യാൻറ്റീൻ 4 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും 55% മാർക്കോടുകൂടി 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ് നിങ്ങൾ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക 55% മാർക്കോടുകൂടി. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ് ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെ ട്രേഡാണ് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് ബെവറേജ് സർവീസസ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഫുഡ് ബെവറേജ്, ദെൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് IT മീൻസ് അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ 55% 10ാം ക്ലാസ്സിൽ മാർക്കുണ്ട്, ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാൻറ്റീനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 55% മാർക്കും 3 വർഷം ഡ്യൂറേഷനുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കാം. നേരത്തെ മുകളിൽ പറഞ്ഞ അതേ സെയിം ഈ ട്രേഡുകളിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്രന്റീഷിപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഗസ്റ്റ് ഹൗസ് ആണ്. ടെക്നീഷ്യനിൽ 2 വേക്കൻസിയാണ്. അപ്പോൾ ഈ ജനറൽ എന്നുള്ള വേക്കൻസിയിൽ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ അതിലേക്ക് SC STക്കും OBCക്കും ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ആ ജനറൽ വേക്കൻസിൻ്റെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതൊരു വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾ എക്സാം ചെയ്താൽ, കാരണം വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ SSLCയിൽ 55% മാർക്കും 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്ത് അപ്ലൈ ചെയ്യാം. ഈ ഹൗസ് കീപ്പർ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയും 55% മാർക്കുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും 55% മാർക്കോട് 10ാം ക്ലാസ്സും 3 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്രന്റീഷിപ്പ് വേണ്ട. ഈ പറഞ്ഞിരിക്കുന്ന സെയിം ട്രേഡിൽ നിങ്ങൾക്ക് 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഫാർമസിസ്റ്റ് ആണ്. കുറച്ച് സ്പീഡായി പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാടുണ്ട്. ഒരു പോസ്റ്റാണ് ഇതിലുള്ളത്, ജനറലാണ്. ഏത് കാറ്റഗറി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. SC ST OBC EWS ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പാസ്സായിരിക്കാൻ 55% മാർക്കോട് 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ് ഈ പറഞ്ഞിരിക്കുന്ന ഓൾഡ് ഏജ് കെയർ ഓർ ഓഫീസ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സിൽ 55% മാർക്കും വേണം. ഇനി അതല്ല സെയിം മോഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 വർഷം വർക്ക് എക്സ്പീരിയൻസ് സെയിം ട്രേഡിൽ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്രന്റീഷിപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ അടുത്ത് ഞാൻ പറയുന്നത് LTS ആണ്. അതിൽ നിങ്ങൾക്ക് 4 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 10ാം ക്ലാസ് 55% മാർക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്രന്റീഷിപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് സ്റ്റേറ്റ് ആണെങ്കിൽ നാഷണൽ കൗൺസിൽ SCVT NCVT ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓഫീസ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ 10ാം ക്ലാസ്സിൽ 55% മാർക്കും നിങ്ങൾ ITIയിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഈ പറയുന്ന LTSലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 4 വേക്കൻസി ഇതിലുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ 55% മാർക്കും 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, ഹോർട്ടിക്കൾച്ചർ ഓർ ഇവന്റ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, ഓഫീസ് അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 10ാം ക്ലാസ്സിൽ 55% എല്ലാം ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിലും നമുക്ക് വേണം. അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ, അത് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 55% മാർക്കും 3 വർഷം ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെയിം ട്രേഡിൽ തന്നെ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പല രീതിയിലാണ് ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് എക്സ്പീരിയൻസ് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അപ്രന്റീഷിപ്പ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം ITI ചെയ്തവരാണെങ്കിൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ 3 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് IT അക്കൗണ്ട്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്.
ഇതിൽ നമുക്ക് 10ാം ക്ലാസ് 85% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ട്രേഡ് വെച്ചാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റെനൻസിൽ നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 50% മാർക്കും 3 വർഷം ഈ പറയുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റെനൻസിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ R&AC ആണ്. ഇത് 4 വേക്കൻസി ഇതിലുണ്ട്. 10ാം ക്ലാസ്സും 55% മാർക്കോട് കൂടി നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ നിങ്ങൾ എന്താണ് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വേറെ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളും വേണ്ട. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന 10ാം ക്ലാസ്സും ഈ പറയുന്ന മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് 2 വർഷത്തെ ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ടെക്നീഷ്യൻ പ്ലംബർ ആണ്. ഇതിൽ നിങ്ങൾക്ക് 3 വേക്കൻസിയാണ്. 10ാം ക്ലാസ്സിൽ 55% മാർക്ക്, പ്ലംബിങ്ങിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 55% മാർക്കും 2 വർഷം ഡ്യൂറേഷനുള്ള ITI നമ്മൾ ഈ പറയുന്ന മീൻസ് ITI അല്ല അപ്രന്റീസ്ഷിപ്പ് നമ്മൾ പ്ലംബിങ്ങിൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മേസണറി ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ് പോസ്റ്റാണുള്ളത്. 55% മാർക്കോടി 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെയ്സൺ ബിൽഡിംഗ് കൺസ്ട്രക്ടറിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മെയ്സണിൽ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ മെയ്സണിൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ITI നിർബന്ധമല്ല. അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് കാർപ്പൻട്രി ആണ്. 1 പോസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ITI കാർപ്പൻറ്റർ ആണ് ഇതിൽ പറയുന്നത്. 10ാം ക്ലാസ്സിൽ 55% മാർക്കും ITI കാർപ്പൻറ്ററും കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഈ പറയുന്ന കാർപ്പൻറ്ററിൽ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ലബോറട്ടറി ആണ്. ഇതിൽ 12 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ലബോറട്ടറി ഏറ്റവും കൂടുതൽ വേക്കൻസി ഇതിലാണ്, 12 വേക്കൻസി. അതിൽ നമുക്ക് 55% മാർക്ക് SSLCക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 10th ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ITI പറയുന്ന ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന കെമിക്കൽ പ്ലാന്റിൽ നമ്മൾ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലബോറട്ടറി അസിസ്റ്റന്റ്, കെമിക്കൽ പ്ലാന്റ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിലെ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ പൂർത്തിയാക്കിയവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സിൽ 55% മാർക്കും വേണം. ഈ പറഞ്ഞ ട്രേഡിലെ നിങ്ങൾ എന്താണ് അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കുകയും വേണം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ 3 വർഷം ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സോ എക്സ്പീരിയൻസ് മാത്രം മതി 3 വർഷത്തെ. ഓക്കെ, ITIയോ അപ്രന്റീസ്ഷിപ്പോ ഒന്നും നിർബന്ധമില്ല. അങ്ങനെയുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അത് ട്രാൻസ്പോർട്ടാണ്. 2 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് SSLC 55% മാർക്ക്, ITI നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡ്രൈവർ കം മെക്കാനിക്കൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അതല്ല ഈ പറഞ്ഞിരിക്കുന്ന ഡ്രൈവർ കം മെക്കാനിക്കൽ നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ITIൻ്റെ ആവശ്യമില്ല. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ITIൻ്റെയും അപ്രന്റീസ്ഷിപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവർ കം മെക്കാനിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിലും 55% മാർക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണേ. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളോടെ നിങ്ങൾക്ക് കാണാം. ഒട്ടനവധി അലവൻസ് കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ സാലറിക്ക് പുറമെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇനി ഇതിൽ SC/ST കാൻഡിഡേറ്റ്സ്, EWS, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ അവർക്ക് അവരുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനും ഇതിന് ഏജ് റിലാക്സേഷനൊക്കെ ലഭിക്കണമെങ്കിൽ നിശ്ചിതമായുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം, അവർ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം. അതെന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് ഞാൻ പറയാം. ഇനി ഇതിലേക്ക് മോഡ് ഓഫ് സെലക്ഷൻ ആണ്. മോഡ് ഓഫ് സെലക്ഷൻ ആദ്യം തന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും. ട്രേഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളെ റിട്ടൺ എക്സാമിനേഷന് വിളിക്കും. കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡാണോ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ക്വാളിഫൈ ചെയ്താൽ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് OMR ബേസ്ഡ് ആയുള്ള ടെസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിനേഷനോട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ SSLC, ITI അല്ലെങ്കിൽ ഈ പറയുന്ന +2 ലെവലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ്. മീൻസ് ആ ഒരു ലെവലായിരിക്കും. മീൻസ് അതിൻ്റെ ആ ഒരു എന്താണ് ഇപ്പോൾ നമ്മൾ +2 ലെവൽ എക്സാമിനേഷൻ, SSLC ലെവൽ, 10th ലെവൽ എന്നൊക്കെ പറയില്ല. അതേപോലെ ലെവൽ ഓഫ് എക്സാമിനേഷൻ അതാ വരിക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിനേഷൻ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 150 ക്വസ്റ്റ്യൻ ആണ് ഇതിലുണ്ടാവുക. അതിൽ തന്നെ നമുക്ക് 2.5 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. അതിൽ 3 പേപ്പർ വരുന്നുണ്ട്. പേപ്പർ 1 നമുക്ക് മെൻ്റൽ എബിലിറ്റിയാണ്. മെൻ്റൽ എബിലിറ്റി പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇതൊക്കെ ബന്ധപ്പെട്ട ബുക്കുകൾ വാങ്ങി പഠിച്ചാൽ അത് 50 ക്വസ്റ്റ്യൻ 100 മാർക്ക് ഉണ്ടാവും. ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കറക്കി കുത്തിയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പേപ്പർ 1 കേട്ടോ, ബാക്കിയുള്ളതിലൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് പേപ്പർ 2 നമുക്ക് 30 മിനിറ്റാണ് ഉണ്ടായിരിക്കുക. അതിൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജാണ് 25 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാകുക. പിന്നെ പാർട്ട് 3 നമുക്ക് കൺസേൺഡ് സബ്ജക്റ്റ്, നമ്മൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 150 മാർക്കാണ്. ഇവിടെയൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം.
ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ വെച്ചാൽ നമ്മൾ ഡിസംബർ 20 മുതൽ നമുക്ക് ജനുവരി 20 വരെ നമുക്ക് എന്ത് ചെയ്യാം 2024 ജനുവരി 20 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി ഈ പോസ്റ്റിലേക്ക്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീ അടയ്ക്കണം. 100 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഫീ അടയ്ക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് കളക്റ്റിലൂടെയാണ്. നമുക്ക് ഏത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, UPI ഒക്കെ ഉപയോഗിച്ചിട്ട് ഫീ അടയ്ക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഫീ കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് കളക്ട് ആണെന്നുള്ളതാണ് നമ്മുടെ ഫീ. സ്റ്റേറ്റ് ബാങ്ക് കളക്റ്റിലൂടെയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടതെന്നുള്ളൂ. അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കാൻ ലിങ്ക് ഉണ്ടോ എന്നറിയില്ല. അത് സെപ്പറേറ്റ് ലിങ്ക് തന്നെ നമ്മുടെ സൈറ്റിലുണ്ട്. അതിൽ കൂടെ ഞാൻ അടിച്ച് കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് കാണിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കാം കേട്ടോ, അതിൻ്റെ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, PWDന് ഫീ ഇല്ല. ദെൻ വിമൻ കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫീ കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ CSIR എംപ്ലോയീസിനൊന്നും എന്തില്ല, അപേക്ഷാ ഫീസ് ഇല്ല. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് PDF ഫോമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 1 MB കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ITI സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ ഓക്കെ അത് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത്. ചിലപ്പോൾ ചില പോസ്റ്റിന് ITI വേണം. ITI വേണ്ട പോസ്റ്റിൽ എന്ത് ചെയ്യണം, ITI സർട്ടിഫിക്കറ്റ് വെക്കണം. ചില പോസ്റ്റിന് എന്ത് വേണം, നമുക്ക് 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ അപ്രന്റീഷിപ്പ് വേണം, എക്സ്പീരിയൻസ് വേണം. അങ്ങനെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ വെക്കുക. ഓക്കെ, ഈ ഗ്രാജുവേഷൻ ആവശ്യമുള്ള നിങ്ങൾക്ക് ഗ്രാജുവേഷൻ എടുത്തിട്ട് വേണമെങ്കിൽ ഗ്രാജുവേഷൻ അതിൻ്റെ കൂടെ വെക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ജനറൽ കാൻഡിഡേറ്റ്സ് ഒന്നും വെക്കണ്ട. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കണം. ഇതൊക്കെ ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾ എന്തൊക്കെയാണോ അവകാശപ്പെടുന്നത് അതിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതാണ്. ഓക്കെ, അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ നമ്പർ 1 നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണിത്. നിങ്ങൾക്കിവിടെ കാണാം. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഓൺലൈൻ അപേക്ഷയുടെ കാര്യങ്ങൾ പറയുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ 2 നിങ്ങൾക്ക് ഇവിടെ കാണാം, 5/2023. ഇതിൻ്റെ ഡേറ്റും സെയിം ഡേറ്റ് ആണ്, ഡിസംബർ 20 മുതൽ ജനുവരി 20 വരെയാണ്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നമുക്ക് ഇവിടെ കാണാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 18 വേക്കൻസി, ടെക്നിക്കൽ ഓഫീസർ 5 വേക്കൻസി, സീനിയർ ടെക്നിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ, ഇതിനൊക്കെ MBBS ആണോ, അപ്പോൾ അതിലൊരു വേക്കൻസിയാണ്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ നമുക്ക് ലെവൽ 6 66,498 രൂപയാണ് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് മന്ത്ലി സ്റ്റാർട്ടിങ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക. 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ടെക്നിക്കൽ ഓഫീസർ ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതിൽ OBC ആണെങ്കിൽ 33, SC/ST ആണെങ്കിൽ 35, ദെൻ PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ടെക്നിക്കൽ ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് 82,933, നല്ല ഉയർന്ന സ്കെയിലാണ് കേട്ടോ, ഉയർന്ന സാലറിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റേത് സീനിയർ ടെക്നിക്കലിൻ്റെ 1,00,000 മുകളിൽ പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതും ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ, അതാ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ കുറഞ്ഞ വേക്കൻസി ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം നല്ല പോസ്റ്റുകളാണ്, അത് നമ്മൾ കളയണ്ട. പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വെച്ചാൽ നടക്കില്ല, ഏജൊക്കെ മാറും. ഓക്കെ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രോട്യോമിക്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടേമുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാത്തതുകൊണ്ട് കമൻറ്റ് ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ടേമൊക്കെ മനസ്സിലാത്തുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 2 പോസ്റ്റാണ് ഇതിൽ, ജനറൽ 1, OBC 1. ഇതിൽ നമുക്ക് BSc ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ ബയോടെക്നോളജി, അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ 60% മാർക്കും വേണം. 1 വർഷത്തെ റെലവൻറ്റ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിലാണ്, 3 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ട്. ലാറ്ററലിൻ്റെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറയാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ല, സിവിൽ എഞ്ചിനീയറിംഗിൽ ലാറ്ററലിൻ്റെ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 60% മാർക്ക് എല്ലാത്തിലും നിർബന്ധമാണ്. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ക്യാൻറ്റീനാണ്, 2 പോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് BSc നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട്. ഹോസ്പിറ്റൽ ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഓർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഓർ കാറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. അടുത്തത് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്, 2 പോസ്റ്റാണ്. ഡിപ്ലോമ ആണ് വേണ്ടത്. ഒന്ന് ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷനിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷം ഡ്യൂറേഷനുള്ള. ഇനി 2 വർഷമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. 2 വർഷം ലാറ്ററലിൻ്റെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഫിസിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും 60% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റാണ്.
അടുത്ത നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടിഷ്യൂ കൾച്ചറാണ് ഒരു വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ജനറൽ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ കാറ്റഗറി നോക്കി നിൽക്കണ്ട. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഒരു OBCയും ഒരു EWS ആണ്. ഇവിടെ നിങ്ങൾക്ക് OBCയും EWS കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സിനൊന്നും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജനറൽ കണ്ടാൽ ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി BSc ഇതിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടിഷ്യൂ കൾച്ചറിൽ നിങ്ങൾക്ക് BSc ബയോടെക്നോളജി ഓർ ബയോകെമിസ്ട്രി ഓർ മൈക്രോബയോളജി ഓർ സുവോളജി ആണ്. ഇതിൽ ഏതെങ്കിലും ഡിസിപ്ലിൻ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്തത് നിങ്ങൾക്ക് വേണം സീബ്ര ഫിഷ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. ഇതിൽ സുവോളജി ഓർ ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് BSc ബാച്ചിലർ ഓഫ് സയൻസ് അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക്, 1 വർഷത്തെ എക്സ്പീരിയൻസ്. അടുത്ത നമുക്ക് അനിമൽ ഹൗസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റാണ്. ഇതിൽ BSc ലൈഫ് സയൻസ് ഓർ ബയോടെക്നോളജി ഓർ സുവോളജി ഓർ മൈക്രോബയോളജി 60% മാർക്ക്, 1 വർഷത്തെ എക്സ്പീരിയൻസ്. അടുത്ത നമുക്ക് ഫൈൻ ബയോകെമിക്കൽസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം BSc ബയോടെക്നോളജി ഓർ ബയോകെമിസ്ട്രി ഓർ കെമിസ്ട്രി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക്, 1 വർഷത്തെ എക്സ്പീരിയൻസ്. അടുത്ത നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് FACS ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പോസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് BSc ബയോടെക്നോളജി ഓർ ബയോകെമിസ്ട്രി ഓർ ഫിസിക്സ് ഓർ കെമിസ്ട്രിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡിസിപ്ലിനിൽ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക്, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് കാണാൻ അക്കൗണ്ട്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റാണുള്ളത്. ഇതിൽ ഫോറസ്ട്രി അതുപോലെ സുവോളജി ഓർ ബോട്ടണി ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്ത നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ആണ്. ഇതിലൊരു വേക്കൻസിയാണ്. BSc ബയോടെക്നോളജി ഓർ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് AC ആൻഡ് റെഫ്രിജറേഷൻ ആണ്. ഒരു വേക്കൻസിയാണ്, OBC ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അറ്റ്ലീസ്റ്റ് 3 ഇയർ, ഇനി 2 ഇയർ ലാറ്ററൽ എൻട്രിലൂടെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ലാറ്ററൽ എൻട്രിലൂടെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇലക്ട്രിക്കൽ ആണ് അടുത്ത ഒരു വേക്കൻസിയാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡ്യൂറേഷൻ ആണെങ്കിലും 2 ഇയർ ഡ്യൂറേഷൻ ആണെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് ലാറ്ററലിലൂടെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്ത ടെക്നിക്കൽ ഓഫീസറാണ്. ടെക്നിക്കൽ ഓഫീസറിൽ നമുക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രാൻസ്നിക് നോക്കൗട്ട് ഫെസിലിറ്റി ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. BE or BTech ബയോടെക്നോളജി ഓർ ഇക്വലൻ്റ് 55% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അതായത് BE or BTech ബയോടെക്നോളജിയിൽ BE or BTech അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ 55% മാർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഈ ബയോടെക്നോളജിയിലോ എംബ്രിയോളജിയിലോ അല്ലെങ്കിൽ അനിമൽ ബയോടെക്നോളജിയിലോ സുവോളജിയിലോ അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ 55 മാർക്ക് ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ടെക്നിക്കൽ ഓഫീസർ അനിമൽ ഹൗസ് ഫെസിലിറ്റി ആണ്. നിങ്ങൾക്ക് ഇതിൽ കാണാം ഒരു വേക്കൻസിയാണ്. BE or BTech ബയോടെക്നോളജി 55% മാർക്കുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള CGP ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണെങ്കിൽ അതിന് തുല്യമായുള്ള ആ ഒരു ഗ്രേഡ് പോയിന്റ് ആയിരിക്കണം നമുക്ക് ഇന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ MSc ബയോടെക്നോളജി ഓർ സുവോളജി ഓർ ലൈഫ് സയൻസ് 55% മാർക്ക് ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സിന്. ഇനി BPharm ഓർ അതിന് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ 55% മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന അനിമൽ ഹൗസ് ഫെസിലിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ടെക്നിക്കൽ ഓഫീസർ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ആണ്. ഒരു വേക്കൻസിയാണ്. BE or BTech ബയോ ഇൻഫർമാറ്റിക്സ് 55% മാർക്കോട് കൂടി കഴിഞ്ഞവർക്ക് BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ MSc ബയോ ഇൻഫർമാറ്റിക്സ് 55% മാർക്കോട് കൂടി പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് ലബോറട്ടറി ടെക്നിക്കൽ സർവീസ് ആണ്. ഒരു പോസ്റ്റാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് MBA HR മാനേജ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത ഇനി പ്ലാന്റ് ബയോളജിയാണ്. ഒരു പോസ്റ്റാണ്. ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇവിടെ BE or BTech അഗ്രികൾച്ചർ ഓർ ബയോടെക്നോളജി കഴിഞ്ഞവർക്ക് 55% മാർക്ക് കൂടി കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന്. ഇനി അതല്ലെങ്കിൽ MSc അഗ്രികൾച്ചർ ഓർ ബയോടെക്നോളജി ഓർ ലൈഫ് സയൻസിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് സീനിയർ ടെക്നിക്കൽ ഓഫീസർ MBBS ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് മതി MBBS. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇനി ഇത് നമ്മൾ മറ്റ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ പറയാത്ത ഇതിന് മാത്രം ബാധകമായുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണേ. മോഡ് ഓഫ് സെലക്ഷൻ വ്യത്യാസമുണ്ട്. ഇതിലേക്ക് മോഡ് ഓഫ് സെലക്ഷൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ട്രേഡ് ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ഉണ്ടാവും. ഓക്കെ, ഈ സീനിയർ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർക്ക് ഇൻ്റർവ്യൂ മാത്രമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ ഈ സ്റ്റേജ് 1 ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും. സ്റ്റേജ് 2 റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ എന്താണ് പേപ്പർ 1, പേപ്പർ 2, ദെൻ പേപ്പർ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇനിയും ഡ്യൂറേഷൻ കൂടും. അതുകൊണ്ടാണ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോലെയാണ്. അപേക്ഷാ ഫീസൊക്കെ സെയിം 100 തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ അടയ്ക്കേണ്ടതെന്നൊക്കെ ഞാൻ കോമൺ ആയിട്ട് പറയാം. ഇനി അടുത്ത മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ കാണാൻ അഡ്വർടൈസ്മെന്റ് നമ്പർ 1/2023. ഇത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് December 20, ക്ലോസിംഗ് ഡേറ്റ് ഓൺലൈൻ ക്ലോസിംഗ് ഡേറ്റ് നമുക്ക് January 20 ആണ്. നമ്മൾ ആ ഓൺലൈൻ
അപ്ലൈ ചെയ്ത ആ ഒരു പ്രിൻ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം പോസ്റ്റലായിട്ട്. അങ്ങനെ അയച്ചു കൊടുത്ത് നമ്മളുടെ ആ ഡോക്യുമെൻറ്റ്സ് അവിടെ എത്തേണ്ട അവസാന തീയതി 29/1/2024 ഇത് ഈ ഒരു പോസ്റ്റിന് മാത്രമാണ് ബാധകം കേട്ടോ. 1/2023 എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണ് ഓഫ്ലൈനായിട്ടും എന്ത് ചെയ്യേണ്ടത്, അത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ബാക്കി ആദ്യത്തെ രണ്ട് നോട്ടിഫിക്കേഷൻ തീർത്തും ഓൺലൈനാണ്, അതിൽ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ടും ചെയ്യണം, അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് അയച്ചും കൊടുക്കണം. ഓക്കെ, പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ് വിളിച്ചിരിക്കുന്നത്. 5 വേക്കൻസിയാണ്, ലെവൽ 4 ആണ്. ഇതിൽ 49,321 സാലറി. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം 27 അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 20 കേട്ടോ. 2024 ജനുവരി 20 നിങ്ങൾക്ക് ഏജ് നോക്കേണ്ടത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 32 വയസ്സിൽ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30, ദെൻ PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണെങ്കിൽ തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രഫിയാണ്. അപ്പോൾ സ്റ്റെനോഗ്രഫിയിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. സ്റ്റെനോഗ്രഫി അറിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇതിലേക്ക് നമുക്ക് ആ ഒരു സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റണം. +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ നമുക്ക് സ്റ്റെനോഗ്രഫി അറിയെങ്കിൽ മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതിൻ്റെ മോഡ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ എക്സാമാണ് ഉണ്ടായിരിക്കുക, അതിന് ശേഷം നമുക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചും മറിച്ചും വരും. ആണെങ്കിൽ ആദ്യം പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷനും നടത്താം. ഓക്കെ, ഇപ്പം നിലവിൽ ഇതിൽ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിൽ കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ്റെ ആ ഒരു സ്കീം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ കാണാവുന്ന ടോട്ടൽ 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. +2 ലെവലായിരിക്കും. then അതോടൊപ്പം തന്നെ ഒരു പേപ്പർ മാത്രമേ ഇതിലുള്ളൂ. നേരത്തെ നമ്മൾ 2 നോട്ടിഫിക്കേഷനിൽ 3 പേപ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെയാണ് വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രൻഷൻ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊഫഷൻസി ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ആ ഒരു എന്താണ് സ്പീഡൊക്കെ വേണം സ്റ്റെനോഗ്രഫിയിൽ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് കാണാം 80 വേർഡ് പെർ മിനിറ്റ് ഒക്കെ ഉള്ള ആ ഒരു സ്പീഡിൽ നമുക്ക് സ്റ്റെനോഗ്രഫി നമുക്ക് ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ്റെ ടൈം കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെനോഗ്രഫിയിൽ നല്ല പ്രാവീണ്യമുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 100 രൂപ ഫീ അടയ്ക്കണം. എന്നാൽ SC/ST PWD വിമൻ കാൻഡിഡേറ്റ്സൊന്നും യാതൊരുവിധ ഫീ അടയ്ക്കേണ്ട. ഫീ അടച്ചതിൻ്റെ ആ ഒരു ഈ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ റെസിപ്റ്റിൻ്റെ മുകളിൽ നിങ്ങളുടെ പേര്, അപ്ലിക്കേഷൻ നമ്പർ, പോസ്റ്റ് കോഡ്, നിങ്ങളുടെ കാറ്റഗറി ഏതാ വെച്ചാൽ അതിൻ്റെ പിൻവശത്ത് നമ്മൾ ഫീ അടച്ചതിൻ്റെ ഈ റെസിപ്റ്റ് നമ്മൾ എന്ത് പ്രിൻ്റ് എടുക്കുക. അതിൻ്റെ ബാക്ക് വശത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ എഴുതണം. 4 കാര്യങ്ങൾ. ഒന്ന് നിങ്ങളുടെ പേര്, അപ്ലിക്കേഷൻ നമ്പർ, ദെൻ ഏത് അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. പിന്നെ പോസ്റ്റ് കോഡ്, ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, പോസ്റ്റ് കോഡ് ഉണ്ടാവും. ജസ്റ്റ് ഞാൻ കാണിക്കാം. അതിൽ പോസ്റ്റ് കോഡ് ഇതവിടെ കാണാം, JS01 ആണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് കോഡ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പിൻവശത്ത് എഴുതണം. അതിനുശേഷം നിങ്ങളുടെ കാൻഡിഡേറ്റ് ജനറൽ ആണോ, OBC ആണോ, AWS ആണോ, ഏതാ വെച്ചാൽ അത് കാൻഡിഡേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാറ്റഗറിയും അതിൻ്റെ ബാക്കിൽ എഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന കോപ്പി എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം പാടെ വെച്ച് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യം പാടെ നമ്മൾ പ്രിൻ്റ് എടുക്കണം. നമ്മുടെ അപേക്ഷയും നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ പ്രിൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സും നമ്മൾ പ്രിൻ്റ് എടുത്ത അപേക്ഷാ ഫോമിൽ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിച്ച് സൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന അതിൻ്റെ എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നിങ്ങൾക്കൂടെ കാണാൻ കംപ്ലീറ്റ് ചെയ്താൽ ഏത് പോസ്റ്റിലേക്കാണ്, ദെൻ പോസ്റ്റ് കോഡ്, ദെൻ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വരെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് ആയിട്ട് ആ വാചകം നിങ്ങൾ എഴുതണം. ഇവിടെ മുതൽ ഇതുവരെ നിങ്ങൾ എഴുതാൻ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതാണ് ഫുൾ അഡ്രസ്സ്. സെക്ഷൻ ഓഫീസർ മുതൽ നിങ്ങൾക്ക് തെലുങ്കാന, ഇവിടെ കാണാം പിൻകോഡ് സായുധം. ഇതാണ് ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ സൈൻ ചെയ്ത പ്രിൻ്റ് ഔട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന അപേക്ഷ ഫീസ് നിങ്ങൾ അടിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടോ, അപേക്ഷ ഫീസ് അടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ അതിൻ്റെ പിൻവശത്ത് എഴുതിയിട്ട് അതും അയച്ചു കൊടുക്കണം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, 10ാം ക്ലാസ് മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സെൽഫ് അറ്റസ്റ്റഡ്, പിന്നെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ്, ഇതെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ്, ഇങ്ങനെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെക്കുക, നമ്മൾ അയച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 3 നോട്ടിഫിക്കേഷനും പറഞ്ഞു. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. ഇങ്ങനെ നമുക്ക് കൂടുതൽ സമയം ഒരുപാട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, ഒരുപാട് സമയം നമ്മളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് വീണ്ടും പറയുകയാണ്. അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ഏത് പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്നത് ഞാനിപ്പം പറഞ്ഞല്ലോ, ഈ മൂന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഓൺലൈനായിട്ടും ചെയ്യണം, നമ്മൾ അത് പോസ്റ്റലായിട്ട് ഓൺലൈനായിട്ട് ചെയ്തതിന് ശേഷം പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചും കൊടുക്കണം. ബാക്കി ആദ്യത്തെ രണ്ട് നോട്ടിഫിക്കേഷൻ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആദ്യത്തെ 2 നോട്ടിഫിക്കേഷൻ അതിന് ആവശ്യമില്ല. നമുക്ക് ഫുള്ളായിട്ട് ഓൺലൈനായിട്ട് മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ഹാർഡ് കോപ്പി നമ്മൾ അയച്ചു കൊടുക്കേണ്ട. ഞാൻ വീണ്ടും പറയുന്നത് എന്താ പറയുക, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. 3 ലിങ്ക് നിങ്ങൾക്ക് തരും. ഒന്ന് നിങ്ങൾക്ക് ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഞാൻ കൊടുക്കും, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം 4/2023. അതായത് ടെക്നീഷ്യൻ ഗ്രൂപ്പ് 2nd പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലിങ്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. മീൻസ് ഈ ഒരു സൈറ്റിലേക്കാണ് നിങ്ങൾ എത്തുക. ഗ്രൂപ്പ് അതായത് ലിങ്ക് 1 എന്ന് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കൊടുക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ളടത്ത് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കൊടുക്കും, 4/2023 കൊടുക്കും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഞാൻ നോട്ടിഫിക്കേഷനിൽ കാണിച്ചെന്നാണല്ലോ. ദെൻ അടുത്ത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 1/2023. ഇത് നമുക്ക് സ്റ്റെനോഗ്രാഫറാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഫോർ ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് ഇവിടെ കാണാം, 1/2023. ഇനി അടുത്ത് നമുക്കിവിടെ റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ ഗ്രൂപ്പ് 3 ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാം 5/2023. ഓക്കെ, ഇങ്ങനെ 3 ലിങ്കുകൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമ്പർ കൊടുക്കും, അതിൻ്റെ നേരെ ലിങ്കും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുകയും ചെയ്യും ഏതാണ് പോസ്റ്റ് എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 4/2023. ഇതിൽ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതിൻ്റെ ഡേറ്റ്, ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനും ഈ പേജിൽ തന്നെയാണ് വരേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ടെക്നീഷ്യൻ നിങ്ങൾക്ക് ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ പ്ലംബറാണ് കൊടുക്കുന്നത്, ഞാൻ പ്ലംബർ സെലക്ട് ചെയ്യണേ. ദെൻ ടൈറ്റിൽ നമ്മൾ കൊടുക്കുക, നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ കൊടുക്കുക. SSLCയിൽ എങ്ങനെയാണോ നമ്മുടെ മാർക്ക് അത് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക, കൺഫേം ഇമെയിൽ ID രജിസ്റ്റർ. ഞാനത് ഫില്ല് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇമെയിൽ ID കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. മൊബൈലിൽ അത് വ്യൂവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ, അതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് വ്യൂ, ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് വ്യൂ എനേബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ രജിസ്റ്റർ എന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്ട്രേഷൻ സക്സസ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. രജിസ്ട്രേഷൻ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ ID നമ്മൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ID ഇവിടെ കാണിക്കും, നമ്മൾ രജിസ്ട്രേഷൻ ID സൂക്ഷിക്കുക. ഇത് നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ, നമ്മൾ ഇതിൽ കൊടുത്ത മെയിൽ ID ഉണ്ടല്ലോ, ആ മെയിൽ IDയിലേക്ക് ഇവർ പാസ്വേഡ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാസ്വേഡും ഈ പറയുന്ന രജിസ്റ്റേർഡ് ID-യും നമുക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബാക്ക് ടു ലോഗിൻ പേജ് എന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വന്ന് വീണ്ടും ലോഗിൻ പേജിലേക്ക് ആ ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ബാക്ക് ടു ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട അതേ സെയിം പേജിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രജിസ്ട്രേഷൻ ID നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അടിച്ചു കൊടുക്കണം. നമ്മുടെ മെയിലിൽ പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് മെയിൽ ഓപ്പൺ ആക്കി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ മെയിലിലേക്ക് എൻ്റെ രജിസ്ട്രേഷൻ ID-യും വന്നിട്ടുണ്ട്, എൻ്റെ പാസ്വേഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, ഇവിടെ അടിച്ചു കൊടുത്തു. ഇനി ഞാനിവിടെ ലോഗിൻ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, ലോഗിൻ എന്ന് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ലോഗിൻ എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്, പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അപ്ലോഡ്, പിന്നെ ഫൈനൽ സബ്മിഷൻ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, ഫോട്ടോഗ്രാഫ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നമ്മളൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാം, ഇവിടെ അപ്ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ്. അപ്പോൾ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ എടുക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റിമൂവ് ആവും. ഇനി അതുപോലെ നമ്മൾ സിഗ്നേച്ചർ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് എന്ന് കൊടുക്കുക, സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ആവും. നിങ്ങൾക്ക് കാണാം സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി, ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള നല്ല ക്ലിയർ ഉള്ള ഇമേജ് സിഗ്നേച്ചർ കൊടുക്കണേ. പിന്നെ ഫാദറിൻ്റെ പേര് കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ കലണ്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ 10th ക്ലാസ്സിലെ 10th സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ. ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട്
10th ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഇവിടെ അപ്ലോഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കറക്റ്റ് ഫയൽ തന്നെയാണോ അപ്ലോഡ് ആയതെന്ന് വ്യൂ അപ്ലോഡഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കി അപ്ലോഡ് ചെയ്യാം, ഡിലീറ്റ് ആക്കി അപ്ലോഡ് ചെയ്യാം. ദെൻ പ്ലേസ് ഓഫ് ബർത്ത്, നമ്മൾ എവിടെയാണ് ജനിച്ച സ്ഥലം ഉണ്ടാവില്ല, അത് നമുക്കറിയാം. ആ സ്ഥലം നമ്മൾ കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നിങ്ങളത് കൊടുക്കാം. മാരീഡ് ആണോ സിംഗിൾ ആണോ ഏതാച്ചാൽ നിങ്ങളത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, കോറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്നുള്ളടത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അഡ്രസ്സ് കൊടുക്കുക, സിറ്റി കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. ഈ മുകളിൽ കൊടുത്ത ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്ത അതേ അഡ്രസ്സ് ഇവിടെ കോപ്പി ആവും. ഓക്കെ, അവിടെ നിങ്ങൾ ഒറ്റ ക്ലിക്ക് ചെയ്താൽ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇവിടെ കോപ്പി ആയിക്കോളും. അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. ഇനി വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾ എന്താ ടിക്ക് ചെയ്യേണ്ട, സെപ്പറേറ്റ് ആയിട്ട് പെർമനൻറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. നാഷണാലിറ്റി ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ ഏത് സ്റ്റേറ്റ് ആണ് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യാം. മീൻസ് ഇവിടെ ടൈപ്പ് ചെയ്യാം കേരള എന്നുള്ളത്. ദെൻ റിലീജിയൻ നമ്മളിവിടെ ഇവിടെ ടൈപ്പ് ചെയ്യാം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏതാച്ചാൽ. കാറ്റഗറി നമ്മൾ ജനറലി EWS ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, സെലക്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ, അതായത് ശാരീരികമായ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ നോ കൊടുക്കാം. ദെൻ എക്സ് സർവീസ് മാൻ ആണോ എന്നുള്ളതാണ് നോ കൊടുക്കാം. ദെൻ ഗവൺമെൻറ് സെർവൻ്റ് ആണോ എന്നുള്ളതാണ്. പ്രസൻ്റ്ലി നമ്മൾ ഈ പറയുന്ന CCRലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോണമസ് സ്ഥാനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നോ കൊടുക്കുക. പിന്നെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ഏജ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏജ് അത് ക്ലെയിം ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ CSIR അല്ലെങ്കിൽ CSIRൻ്റെ CCMB ഇവിടെയുള്ള നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അവരുടെ പേര് ഡീറ്റെയിൽസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നോ കൊടുക്കുക. ഓക്കെ, എന്നാൽ സേവ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഫോട്ടോഗ്രാഫിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ 100 KB കൂടാൻ പാടില്ല. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ ഉണ്ട്. സിഗ്നേച്ചറിൻ്റെ 100 KB കൂടാൻ പാടില്ല, ഡയമെൻഷൻ ഇവിടെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ PDF ഫോർമാറ്റ് ആയിരിക്കണം, 1 MB. ഇനി ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ JPG PNG ഫോർമാറ്റിൽ പറ്റും. അപ്പോൾ അതൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു, നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഇനി ഞാനിത് എന്ത് ചെയ്യുക, അവിടെ സേവ് ഡീറ്റെയിൽസ് കൊടുക്കണം. സേവ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് പേജ് എന്ന് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സേവ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഒന്ന് പേജ് ലോഡായി വരും, അത് തന്നെയാണ് കാണിക്കുക. ആ സെയിം പേജ് തന്നെയാണ് നിൽക്കുക. ഇവിടെ നെക്സ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റ് പേജ് എന്ന് കൊടുക്കാം. ഓക്കെ, ഒന്നും ഇവിടെ വേണമെങ്കിൽ സേവ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്, സേവ് ആയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്നുകൂടെ അടുത്ത നെക്സ്റ്റ് പേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ 55% മാർക്കും ITI ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ആഡ് ക്വാളിഫിക്കേഷനിൽ നമ്മൾ 10th ആദ്യം കൊടുക്കാം. അതിനുശേഷം എക്സാം, ഒരു നെയിം ഓഫ് എക്സാം, ഒരു ഡിഗ്രി നമുക്ക് ഏതാണ് SSLC എന്നുള്ളത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ തൽക്കാലം അവിടെ. ഇതിനുശേഷം സബ്ജക്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് നിർബന്ധമില്ല എന്ന് വിചാരിക്കുന്നു, ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ നമ്മൾ എന്നെ എന്നിട്ടാലും മതി, നോട്ട് അപ്ലിക്കബിൾ. കാരണം നമ്മൾ സബ്ജക്റ്റ് ഇപ്പം ഈ പറയുന്ന 10th നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് മൊത്തം അടിച്ചു കൊടുക്കാം, അതിനുള്ള സ്പേസ് നമുക്ക് അവിടെ ഉണ്ടാവുമെന്നറിയില്ല. ഓക്കെ, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സബ്ജക്റ്റുകളൊക്കെ അവിടെ ടൈപ്പ് ചെയ്യുക, അതിനുള്ള സ്പേസ് ഇതിൽ കോളത്തിലുണ്ട്. നമുക്ക് എന്താണ് ഇപ്പോൾ ഇംഗ്ലീഷ്, സയൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ സയൻസ്, ദെൻ കെമിസ്ട്രി, ഇങ്ങനെ പല സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, മാത്സ് 10th ഏതൊക്കെയാണ് പഠിക്കുന്നത് വെച്ചാൽ, ദെൻ ഫിസിക്കൽ സയൻസ് ആണ് ഫിസിക്സ് ഓർ കെമിസ്ട്രി അങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, ഫിസിക്സ്, ദെൻ ഞാനിപ്പോൾ ഫുള്ള് കൊടുക്കുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് കൊടുക്കുക കേട്ടോ. കെമിസ്ട്രി എറ്റ്സെട്ര അങ്ങനെ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, ഇതിനുശേഷം ബോർഡർ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് CBSE, നിങ്ങൾക്ക് ICSE അങ്ങനെയുള്ള ടീച്ചേഴ്സിലേക്ക് ആണെങ്കിൽ അനുസരിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ SSLC കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കൊടുത്താൽ അതെ പബ്ലിക് എക്സാമിനേഷൻസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇയർ ഓഫ് പാസിങ്, നമ്മൾ എന്താണ് പാസ് ഔട്ട് ആയത് എന്നുള്ള ആ വർഷം എന്നാണ് വെച്ചാൽ കൊടുക്കുക. 2016 കൊടുക്കുന്നു ഞാൻ. ഇപ്പോൾ ക്ലാസ് ഡിവിഷൻ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ സെക്കൻഡ് ക്ലാസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് SSLCയിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണേണ്ടത് എന്നതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ദെൻ നമ്മൾ സർട്ടിഫിക്കറ്റും PDF-ലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യട്ടെ, അപ്ലോഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, PDF-ലാക്കിയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ സേവ് എന്ന് കൊടുക്കുക. ആ സേവ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ,
എനിക്ക് വ്യൂ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കൂടെ വ്യൂ ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒന്നും പാടെ കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ആഡ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ ബാധ്യത 10th ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടിക്ക് മാർക്ക് വരണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ IT ഇവിടെ കൊടുക്കുമ്പോൾ അതും ഇവിടെ ഗ്രീൻ ടിക്ക് വരും. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ഇവിടെ ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കൊടുക്കുകയാണ്. അടുത്ത് സെലക്ട് ചെയ്യുന്നത് ഇതാ IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ഇതിൽ ഏതാണ് നമ്മുടെ നെയിം ഓഫ് എക്സാമിനേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ITA എന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ സബ്ജക്റ്റ് നമ്മൾ ഏതാഴ്ച പ്ലംബർ അല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക, പ്ലംബർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അതിനുശേഷം ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി, അപ്പോൾ നമ്മുടെ NCVT SCVT ഏതെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതാണ് ബോർഡ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ഏതാഴ്ച അതൊക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇയർ ഓഫ് പാസിങ്, ക്ലാസ്, പെർസെൻറ്റേജ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ബ്രൗസ് ചെയ്യും. ഞാൻ അത് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തു. ഞാൻ ഇവിടെ സേവ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ സേവ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും IT വന്നിട്ടുണ്ട്, SSLC വന്നിട്ടുണ്ട്. രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ടിക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഗ്രീൻ ടിക്ക്. പിന്നെ നമുക്കിപ്പോൾ ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ജനറലാണ്. ഇപ്പോൾ ഞാൻ ജനറലാണ്, ഈ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ജനറൽ എന്നുള്ള ഇവിടെ ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ SC ST OBC ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത സമയത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്നുള്ള പേജ് അതിൻ്റെ അപ്പുറത്ത് വരും. ആ പേജ് തന്നെയാണ് ലോഡായി വരും കേട്ടോ. സേവ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിന് താഴെ നമുക്ക് നേരത്തെ ഇവിടെ നെക്സ്റ്റ് പേജ് ഇല്ലായിരുന്നു. നെക്സ്റ്റ് പേജ് എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ വരികയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ നെക്സ്റ്റ് പേജിൽ ഡയറക്റ്റ് പോവില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പേജ് എന്നുള്ള ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് വരുള്ളൂ. ഓക്കെ, എന്നുള്ള ബട്ടൺ വരുള്ളൂ. ബാക്ക് പേജ് പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് പേജ് കൊടുക്കുന്നു. നെക്സ്റ്റ് പേജ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്, വർക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു ട്രെയിനിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്കത് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് കോർട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലേക്ക് എന്തെങ്കിലും ബോണ്ടിൽ ഏർപ്പെട്ടിട്ടുണ്ട്, മീൻസ് നമ്മൾ നിലവിൽ ഏതെങ്കിലും ജോലി ചെയ്തിട്ട് അതിൽ നമ്മൾ കരാർ അടിസ്ഥാനത്തിൽ ബോണ്ടിങ് ഉണ്ടാവില്ല, ആ ബോണ്ടിങ് നമ്മൾ ഏർപ്പെട്ടവരാണോ എന്നാണ്. അപ്പോൾ നിലവിൽ നമുക്ക് എന്തെങ്കിലും ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോ കൊടുക്കുക, സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. സേവ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നെക്സ്റ്റ് പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക്, അപ്പോൾ എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കണ്ട. അതായത് എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് ട്രെയിൻ യുവർ എക്സ്പീരിയൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അപേക്ഷാ ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോ കൊടുക്കും. അപ്പോൾ ഞാൻ ജനറലാണ്, അതുകൊണ്ട് ഞാൻ അപ്പോൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ എന്താണ്, അവർക്ക് ഏത് കാറ്റഗറി ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ഡീറ്റെയിൽസ് കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്, അപേക്ഷാ ഫീസ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് SBI ട്രാൻസാക്ഷൻ ID ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലോഗിൻ പേജിലേക്ക് വരാം. ലോഗിൻ പേജിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ അപേക്ഷ ഫീസ് അടച്ചു കഴിയണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അടിച്ചാലും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ലോഗിൻ പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് സൈഡിൽ അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടോ, അപ്ലിക്കേഷൻ ഫീ. അപ്പോൾ ഏത് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം, മീൻസ് ഇപ്പം 3 നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇതേ രീതിയിലാണ് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്ലിക്കേഷൻ ഫീ എന്നുള്ള സെലക്ട് ചെയ്യുക, എന്നിട്ട് പേ ത്രൂ SB കളക്ട് എന്നുള്ള സെലക്ട് ബട്ടണിൻ്റെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ SBIൻ്റെ കളക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം പേയ്മെൻറ്റ് കാറ്റഗറി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 4/2023 അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നീഷ്യൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി 5/2023 ആണെങ്കിൽ അവർ അത് സെലക്ട് ചെയ്യാം. ഇനി 1/2023 ആണെങ്കിൽ അവർ ജൂനിയർ സ്റ്റെനോഗ്രാഫി ആണെങ്കിൽ അതിൽ സെലക്ട് ചെയ്യാം. ഏതാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 4/2023 സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തു ആവശ്യമുള്ള കംപ്ലീറ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്യുക. ഇവിടെ കാണാം 100 രൂപയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, ഫില്ല് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് കഴിച്ച് നമ്മളിത് എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പേയ്മെൻറ്റിലേക്കാണ് പോവുക. പേയ്മെൻറ്റിൽ നമുക്ക് വെരിഫൈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരും, ദെൻ കംപ്ലീറ്റ് പേയ്മെൻറ്റ്, ദെൻ പ്രിൻറ്റ് റെസിപ്റ്റ്. ഇങ്ങനെ 3 ഘട്ടം. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഫീ അടയ്ക്കാം. നമ്മുടെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്. ഓക്കെ, അത് SBIയുടെ ബാങ്ക് തന്നെ ആവണമെന്നില്ല, ഏത് ബാങ്കിനും പറ്റും.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഫീ അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഫീ അടയ്ക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവരെന്ത് ചെയ്യണം, ആദ്യം തന്നെ ലോഗിൻ പേജിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ എന്നുള്ള നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ പേ ത്രൂ SB കളക്ട് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഫീ അടയ്ക്കുക. ഫീ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ SBI കളക്റ്റിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ടാവും. ആ ID നമ്മളോട് അടിച്ചു കൊടുക്കുക. ട്രാൻസാക്ഷൻ ഡേറ്റ് നമ്മൾ എന്നാണ് ഫീ അടിച്ചു വെച്ചാൽ ആ ഡേറ്റോട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ PDF റെസിപ്റ്റ് ഉണ്ടല്ലോ, ആ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗമാണ് വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നോ എന്ന് കൊടുത്തിട്ട് പോയി നോക്കട്ടെ, ഫീ അടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫീ അടിക്കാനില്ല, ഞാൻ ഫീ എന്താണ് ഇളവുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു നോക്കട്ടെ. ഓക്കെ, എന്നാലും എനിക്ക് അടുത്ത സ്റ്റേജ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. സേവ് ഡീറ്റെയിൽസ് കൊടുത്ത സമയത്ത് നെക്സ്റ്റ് പേജ് വരും. നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ്സ് എന്നുള്ളത്. അപ്പോൾ ഇനി അപ്ലോഡ്സിൽ ഇവിടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് എനി അതർ അപ്ലോഡ്സ് ആണ് ഇവിടെ പറയുന്നത്. നിർബന്ധമല്ല, നമുക്കിവിടെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രത്യേക സ്കില്ലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ സേവ് ഡീറ്റെയിൽസ് അടിക്കാം. സേവ് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് വരും. നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ പ്രിവ്യൂ ആണ്. ഈ പ്രിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ്, അഗ്രി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ഓക്കെ, ഈ പറയുന്ന സ്റ്റെനോഗ്രഫിയിലേക്ക് മാത്രം അയക്കുന്നവർ അത് പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള 2 കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വീഡിയോ മുഴുവൻ കണ്ടവർക്കേ അറിയുള്ളൂ. ലാസ്റ്റ് വന്ന് കണ്ടവർക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാകും. വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ആവശ്യമായിട്ടുള്ള എല്ലാ ലിങ്കുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും.